ഹായ്, ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ആക്ടിവിറ്റി ഗ്രൂപ്പ് 3യിലെ ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് പൈത്തൺ പ്രോഗ്രാമിംഗ്. കേൾക്കുമ്പോഴും ചോദ്യം കാണുമ്പോഴും നമ്മൾ ആകെ അമ്പരന്ന് പോകുന്ന ഒരു ടൈപ്പ് ചോദ്യമാണിത്. ഇതിനകത്ത് ആകെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇതിനകത്തുള്ള പ്രോഗ്രാം വളരെ കൃത്യമായി ടൈപ്പ് ചെയ്യുന്നത് പഠിക്കുക എന്നത് മാത്രമാണ്. ചോദ്യം നോക്കിയാൽ തന്നെ അറിയാം, രണ്ട് ഔട്ട്പുട്ടുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഔട്ട്പുട്ട്, രണ്ടാമത്തെ ഔട്ട്പുട്ട്. രണ്ട് ഔട്ട്പുട്ടുകൾ നോക്കിയാലും ഒരേ ചിത്രങ്ങൾ തന്നെയാണ് കാണുന്നത്. ആകെയുള്ള വ്യത്യാസം അതിനകത്ത് കളറിലുള്ള മാറ്റം മാത്രം. അപ്പോൾ നമുക്ക് പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആ ചേഞ്ച് മാത്രം വരുത്തി സേവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ചെയ്യാൻ യാതൊരു പ്രയാസവുമില്ല. അപ്പോൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നത് മാത്രമാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, ഓർമ്മിച്ചെടുക്കേണ്ടത്, പഠിക്കേണ്ടത്. ഓക്കെ, ഇത് പ്രോഗ്രാം ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചോദ്യം നോക്കൂ. ഒന്നാമത്തെ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള പ്രോഗ്രാം ഇവിടെ തയ്യാറാക്കി തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലേക്ക് ഈ പ്രോഗ്രാം മാറ്റി എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതേ പ്രോഗ്രാം, ഈ ഔട്ട്പുട്ട് കിട്ടുന്നത് മാതിരിയുള്ള ഇതേ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യണം, പൈത്തൺ ഗ്രാഫിക്സിൽ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തതിന് ശേഷം അത് റൺ ചെയ്ത് നോക്കുക, ഇതേ ഔട്ട്പുട്ട് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ പ്രോഗ്രാം, കളർ ചേഞ്ച് വരുത്തിക്കൊണ്ട് ഈ പ്രോഗ്രാം സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ നമ്മുടെ ചോദ്യ നമ്പർ, രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ വെച്ചുകൊണ്ട് exam10ൽ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിതിനു വേണ്ടി എന്താണ് വേണ്ടത്, നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ആപ്ലിക്കേഷൻസ്, പ്രോഗ്രാമിംഗ്, ഐഡിൽ തുറക്കുന്നു. ഐഡിൽ തുറന്നതിന് ശേഷം ഫയലിൽ ന്യൂ വിൻഡോ എടുക്കുന്നു, ന്യൂ ഫയൽ. ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പ്രോഗ്രാം ഔട്ട്പുട്ട് വരുന്ന രീതിയിൽ ടൈപ്പ് ചെയ്യേണ്ടത്. ടൈപ്പ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, ഫ്രം TURTLE, ടർട്ടിൽ IMPORT, ഇമ്പോർട്ട് സ്റ്റാർ. ഒന്നാമത്തേത് കഴിഞ്ഞു. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഇത് സ്മോൾ ലെറ്ററിൽ വേണം ചെയ്യാൻ, ക്യാപിറ്റൽ ലെറ്റർ ആയി പോയിട്ടുണ്ട്. ഫ്രം ടർട്ടിൽ TURTLE, ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഒന്നാമത്തെ ലൈന് പൂർണ്ണമായി. ദെൻ രണ്ടാമത്തത് പെൻ സൈസ്, PENSIZE, പെൻ സൈസ് ബ്രാക്കറ്റിൽ 3. റെഡി അല്ലേ? ദെൻ അഗൈൻ എൻ്റർ. കളർ ഓർമ്മിക്കുക, COLOR ആണ് കളറിൻ്റെ സ്പെല്ലിങ്. കളർ, ദെൻ ബ്രാക്കറ്റ്, ബ്ലൂ ആണ് ആദ്യത്തെ കളർ, BLUE, അത് ഇൻവേർട്ടഡ് കോമയിലിടുന്നു, കോമ, ദെൻ നെക്സ്റ്റ് കളർ സിയാൻ, CYAN, കൊട്ടേഷൻ ക്ലോസ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ബ്ലൂ കളറാണ്. കളറിൻ്റെ സ്പെല്ലിംഗ് ഓർമ്മിക്കുക, COLOR. എഗെയിൻ എൻ്റർ അടിക്കുന്നു, BEGIN, ബിഗിൻ _ fill, FILL. ഓക്കെ, ദെൻ അടുത്തതാണ് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ I in range, 5, ബ്രാക്കറ്റിനകത്ത് 5, ദെൻ ഡബിൾ ഡോട്ട് ആണ്, കോളൻ. അതിട്ട് കഴിഞ്ഞ് എൻ്റർ അടിക്കുന്ന സമയത്ത് കഴ്സർ ഓട്ടോമാറ്റിക്കലി ഒരു ടാബ് അപ്പുറയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത് ചെയ്യാൻ നമുക്ക് എന്തില്ല, പ്രയാസമില്ല. അവിടെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, റൈറ്റ് ബ്രാക്കറ്റിൽ 72, മുന്നോട്ട് 72 ചലിക്കുക. ദെൻ എഗെയിൻ എൻ്റർ കീയാണ്. അവിടെ നമ്മൾ എന്ത് എഴുതുന്നു, ഫോർവേഡ് 25, FORWARD, ഫോർവേഡ് 25. ദെൻ 4J in range, അടുത്ത ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. 4J in range, എഗെയിൻ 5. ഇവിടെയും നമ്മൾ ഡബിൾ കോട്ട്സ് അടിക്കുന്നു. ദെൻ ഒരു സ്റ്റെപ്പ് കൂടെ
അപ്പുറയാണ് നമ്മുടെ കേഴ്സർ ഓട്ടോമാറ്റിക്കലി നിൽക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോർവേഡ്, WARD, ഫോർവേഡ് 75, ഫോർവേഡ് 75, then right 72, right 72, then ഫോർവേഡ് 100. അവിടെ നോക്കുക, നമ്മൾ ആ ഫോർവേഡ് 100 നേരത്തെയുള്ള അയൺ റേഞ്ചിൻ്റെ കണക്കാക്കിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സ്പേസ്, ബാക്ക് സ്പേസ് ലെഫ്റ്റിലേക്ക് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? FORWARD, ഫോർവേഡ് 100 എന്ന് ടൈപ്പ് ചെയ്യുന്നത്. ഒന്നുമില്ല, നമ്മൾ ഇതിനകത്തുള്ള അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ടൈപ്പ് ചെയ്യുന്നു എന്ന് മാത്രം. ടൈപ്പ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഓർമ്മിക്കുന്നുള്ളൂ. CIRCLE, സർക്കിൾ 10. ഇത്രയുമായി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം എന്ത് ചെയ്തു? ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഈ പ്രോഗ്രാം എന്ത് ചെയ്യണം? റൺ ചെയ്യണം. റൺ ചെയ്യാൻ വേണ്ടിയിട്ട് റൺ മോഡ്യൂൾ F5 അടിക്കുന്നു. F5 അടിക്കുമ്പോൾ സേവ് ചെയ്യട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ എന്തു പറയുന്നു? ഓക്കെ പറയുന്നു. ഓക്കെ പറയുമ്പോൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ നമ്മൾ സേവ് ചെയ്യുക എക്സാം 10ലാണ്. എക്സാം 10ലെ നമ്മുടെ നമ്പർ കൊടുക്കുന്നു 765432_PY എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം കൃത്യമായി റൺ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം? നോക്കണം. അതിനായി നമ്മൾ റൺ മൊഡ്യൂൾ കൊടുക്കുന്നു, F5 റൺ മൊഡ്യൂൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ചിത്രം കറക്റ്റായിട്ട് ഇവിടെ വരുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ഔട്ട്പുട്ട് റെഡിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. കൃത്യമായി നമ്മുടെ ഔട്ട്പുട്ട് എന്താണ്? റെഡിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ പ്രോഗ്രാം കൃത്യമായി റൺ ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഔട്ട്പുട്ട് രണ്ടാമത്തെ ഔട്ട്പുട്ടാക്കിയിട്ട് മാറ്റണം. രണ്ടാമത്തെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കൂ. ഇവിടെ ഒരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ആ കളർ ചേഞ്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പ്രോഗ്രാമിൽ മാറ്റം വരുത്തേണ്ടത്. എന്തൊക്കെ കളർ ചേഞ്ചാണ് വരുന്നത്? ഇവിടെ നമുക്ക് ഒരു പർപ്പിൾ കളറാണ് ലൈൻ ഉള്ളത്. ബ്ലൂ കളറിന് പകരം പർപ്പിൾ കളറാണ്. അതുപോലെ തന്നെ ഇൻസൈഡ് ഫില്ല് ചെയ്തിരിക്കുന്ന കളറ് യെല്ലോ കളറാണ്. ഇത് രണ്ടുമാണ് ഇവിടെ വരുന്ന മാറ്റം. അപ്പോൾ പർപ്പിൾ ആൻഡ് യെല്ലോ, ഇത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? മാറ്റം വരുത്താനുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മാറ്റം വരുത്തുന്നത്, ഈ പ്രോഗ്രാമിനകത്ത് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം എടുക്കുന്നു. ഒന്നാമത്തത് ബ്ലൂ എന്ന് പറയുന്ന കളർ നമ്മൾ എന്ത് ചെയ്യണം? പർപ്പിൾ ആക്കണം. അപ്പോൾ ഇതൊന്ന് വളരെ സാവധാനം നമ്മൾ അതിന്ന് ഡിലീറ്റ് ബട്ടൺ അടിക്കുന്നു. ആ കൊട്ടേഷൻ ഒന്നും പോയി പോകരുത്. എന്നിട്ട് പർപ്പിൾ PURPLE പർപ്പിൾ എന്നടിച്ചു വെക്കുന്നു. ദെൻ നമ്മുടെ മൗസ് പോയിൻ്റർ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആരോ കീ ഉപയോഗിച്ചിട്ട് സിയാൻ എന്നുള്ളത് എന്ത് ചെയ്യാം? 1 2 3 4 സിയാൻ കൂടെ കട്ട് ചെയ്തിട്ട് YELLOW ഇതെന്ത് ചെയ്യുന്നു? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഫയലിൽ സേവ് ആസ് കൊടുക്കുന്നു. സേവ് ആസിൽ നമുക്ക് ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫയല്. PY1 എന്നുള്ളതിന് പകരം PY2 എന്ന് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സേവ് പറയുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രോഗ്രാം നമ്മൾ സേവ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഔട്ട്പുട്ടായിട്ട് ഇത് വരണം. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കിയാൽ ഔട്ട്പുട്ട് 2 പോലെയുള്ളതാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? വിജയിച്ചു. നമുക്ക് കിട്ടുന്നതോ 7 മാർക്കാണ് കിട്ടുന്നത്. ആകെ 2 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നോക്കാം നമുക്ക്. റൺ ചെയ്യുന്നു. റൺ മോഡ്യൂൾ F5 കൊടുക്കുന്നു. ഇതാ നോക്കൂ. അപ്പോൾ കളറ് പർപ്പിളായി മാറിക്കഴിഞ്ഞു. ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. ആ ചിത്രം ഇതാ മാറ്റി മാറ്റി വരികയാണ്. ഇനി ആ കളറ് കൂടെ യെല്ലോ ആയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ കൃത്യമായി ഇതിൻ്റെ കളറും എന്തായി? യെല്ലോ ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളെന്തായി? ഈ പ്രോഗ്രാം വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമുക്ക് കിട്ടുന്നതോ 7 മാർക്ക്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു.